പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ CPIM-ഉം BJP-യും രാജി ആവശ്യപ്പെട്ട് വിവിധ നേതാക്കൾ രംഗത്ത് വന്നു. മന്ത്രി വി ശിവൻകുട്ടിയും CPI നേതാവ് ആനി രാജയുടെയും പ്രതികരണങ്ങളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും അസാധാരണമായിട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ്. സാധാരണഗതിയിൽ ചില കേസുകളിൽ കോടതി വിധി പ്രഖ്യാപിക്കുമ്പോൾ പറയാറുണ്ട്, അപൂർവങ്ങളായ കേസാണെന്ന് പറയാറുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഈ ആക്ഷേപങ്ങളെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളായി കേരളത്തിൽ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാന്യമായി രാജിവെക്കേണ്ടതാണ്. MLA സ്ഥാനം രാജിവെക്കേണ്ടതാണ്. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ആ പദവിയിലിരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം ധാർമ്മികതയുടെ പറയുന്നുണ്ടല്ലോ, ആ ധാർമ്മികമായ ഉത്തരവാദിത്വം ധാർമ്മികമായ അവകാശം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ MLA സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ വെല്ലുവിളിക്കുന്നുണ്ട്, ബാക്കി ചാറ്റ് കൂടെ പുറത്ത് വിട്ടിട്ട് ഇതെന്നൊക്കെ പറയുന്നുണ്ട്, ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് എങ്കിൽ അദ്ദേഹം സ്വയം പരാതി കൊടുക്കട്ടെ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. പക്ഷേ ആ കേസുകളൊക്കെ തീരുന്നതുവരെ അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി തന്നെ നിൽക്കണം. എന്നാൽ രാജി ആവശ്യം കോൺഗ്രസ് തള്ളുകയാണ്. പ്രധാന പദവിയിൽ നിന്ന് തന്നെ രാഹുലിനെ മാറ്റി നിർത്തിയെന്നാണ് നേതാക്കളുടെ വാദം. ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റിന് കൂട്ടുനിൽക്കില്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല. അതിന് മാതൃകാപരമായ നടപടികളുമായും തീർച്ചയായിട്ടും പോകും. അതിന് തയ്യാറാണ്. എന്നെക്കുറിച്ച് അന്വേഷിക്കൂ, ഇതെന്താണെന്ന് അന്വേഷിക്കൂ എന്ന് ആരോപണ വിധേയനും പറഞ്ഞിട്ടുണ്ടല്ലോ. അന്വേഷിക്കട്ടെ, നിയമപരമായി അന്വേഷിക്കട്ടെ. അവർക്ക് വേണമെങ്കിൽ അവർ നിയമപരമായി മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ ആരോപണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കാൻ അത് ശരിയല്ലല്ലോ. നമ്മളൊരു ആരോപണം പറയാൻ തയ്യാറാണ്. പെൺകുട്ടികൾ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്രിഷ്യബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ അതൊരു പരിധി വെച്ച് നിർത്തിയിട്ട് ആരാണെന്ന് പറയുന്ന പേര് പറയാതിരിക്കുക, അല്ലെങ്കിൽ തെളിവ് പുറത്തുവിടാതിരിക്കുക, ഒന്നും പറയാതിരിക്കുക, എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുക, അത്തരത്തിൽ നമ്മളെങ്ങനെ പ്രതികരിക്കുക? രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പരിശോധിക്കാൻ അന്വേഷണ സമിതിയെ കോൺഗ്രസ് നിയോഗിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലിയും തുടരുകയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MK രാഘവനും നോമിനികളെ മുന്നോട്ട് വെച്ചു. R ശ്രീത്തും സലിം മാലിക്കുമാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ചെയ്യുന്നത്. ആദ്യം ശ്രീത്തിലേക്ക് പോകുന്നു. ശ്രീത്ത്, ഈ സമിതി ഇപ്പോൾ തന്നെ കുറേയധികം കാര്യങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ നമ്പൂജൻ പുറത്തുവിട്ട ഈ പറയുന്ന സ്ക്രീൻഷോട്ടും ഓഡിയോ ക്ലിപ്പും അടക്കം. അപ്പോൾ ഇതിലൊക്കെ ഏത് രീതിയിലായിരിക്കും ഈ സമിതി പരിശോധിക്കുക? ആരാകും സമിതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക? MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നു തന്നെയാണോ കോൺഗ്രസിലെ ധാരണ? ശ്രീ ഹാഷ്മി, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസിലെ തീരുമാനം. അത് ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ സൂചനകൾ നൽകിക്കഴിഞ്ഞു. കാരണം കീഴ്വഴക്കങ്ങളുടെ പിന്തുണ ഈ തീരുമാനത്തിന് ഉണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസ് MLA ആയി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ലൈംഗിക പീഡന പരാതി വന്നു. അദ്ദേഹം അറസ്റ്റിലാകിയ ഘട്ടത്തിലും MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല. കോവളം MLA M. വിൻസെന്റിനെതിരെ ഒന്നാം സർക്കാരിൻ്റെ കാലത്ത് ലൈംഗിക പീഡന പരാതി വരികയും അദ്ദേഹം ജയിലിലാകുകയും ചെയ്തു. അന്നും ആ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ LDF MLA ആയ M. മുകേഷിനെതിരെ ഇത് സമാനമായ പീഡന പരാതി വരികയും അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അന്നും LDF MLA ആയ CPM MLA ആയ M. മുകേഷ് രാജിവെച്ചിട്ടില്ല. ഈ കീഴ്വഴക്കങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് തുണയാകുന്നത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത്. മറ്റൊരു കാര്യം, ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷിക്കാനുള്ള കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. പുതിയ കാലത്ത് ഇത്തരം ആരോപണങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയില്ല. കാരണം സമൂഹം അത്രമേൽ ഇക്കാര്യങ്ങൾ ശക്തമായി നിലപാടെടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ പരിശോധിക്കണമെന്ന നിലപാടിലാണ് കോൺഗ്രസിലെ നേതൃത്വം. സാധാരണ ഇത്തരം ആക്ഷേപങ്ങൾ പരിശോധിക്കുന്നത് കോൺഗ്രസിലെ അച്ചടക്ക സമിതിയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ അച്ചടക്ക സമിതിയാണ് കോൺഗ്രസിൽ നിലവിലുള്ളത്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ ആരാണ് അന്വേഷണം നടത്തുന്ന കാര്യം വൈകാതെ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. അന്വേഷിച്ച് ഈ ആരോപണങ്ങൾ നിരസ്ഥിതി അറിയുകയും നടപടിയിലേക്ക് പോവുകയും ചെയ്യണമെന്ന അഭിപ്രായം കോൺഗ്രസിനുള്ളിൽ ശക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.